കമ്മ്യൂണിസ്റ്റ് ആകട്ടെ BJP ആകട്ടെ അവരുടെ എല്ലാം മനസ്സിലേതാണ് നമുക്കൊരു ഗുണവും അവർ ചെയ്യത്തില്ല, ഇനിയോട്ട് പ്രതീക്ഷിക്കേണ്ടില്ല. CPI സംസ്ഥാന കൗൺസിൽ യോഗം നാളെ തുടങ്ങും. 2 ദിവസം നീണ്ടുനിൽക്കുന്ന കൗൺസിൽ യോഗത്തിൽ ജില്ലാ കൗൺസിലുകളിൽ തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് അവലോകനം സംസ്ഥാന കൗൺസിൽ ചർച്ച ചെയ്യും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന ജില്ലാ കൗൺസിൽ യോഗങ്ങളുടെ വിലയിരുത്തലാണ് സംസ്ഥാന കൗൺസിലുണ്ടാവുക. 14 ജില്ലാ കൗൺസിൽ യോഗങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടുകളും സംസ്ഥാന കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വരും. മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രിയുടെ ശൈലിയുമെല്ലാം ജില്ലാ കൗൺസിൽ യോഗങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. CPI മന്ത്രിമാർക്ക് പോലും ജില്ലാ കൗൺസിലിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മിക്ക ജില്ലാ കമ്മിറ്റികളും. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും തിരുത്തൽ ആവശ്യമാണെന്ന് ജില്ലാ കമ്മിറ്റികളിൽ ചർച്ചയുണ്ടായി. CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ മന്ത്രിമാർക്ക് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് ഉറപ്പാണ്. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും പാർട്ടിക്കുണ്ടായ പരാജയങ്ങൾ വലിയ ചർച്ചയാകാനും സാധ്യതയുണ്ട്. രണ്ടിടത്തും BJPക്കുണ്ടായ നേട്ടങ്ങളും LDFൽ ഉന്നയിക്കും. രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് CPI നേതൃത്വം കൈക്കൊണ്ട തീരുമാനം ഒരു വിഭാഗം നേതാക്കളെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയവും സംസ്ഥാന സമിതിയിൽ ഉന്നയിക്കാനാണ് സാധ്യത. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. SFIക്കെതിരെ ബിനോയ് വിശ്വം നടത്തിയ പ്രസ്താവന അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിച്ചതാണോ എന്ന് ചോദിച്ച DYFI പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാരോപണമെന്നും അദ്ദേഹം പരിശോധിക്കണം. ബിനോയ് വിശ്വത്തെ തിരുത്തുന്നതിന് അപ്പുറത്ത് ഇടതുപക്ഷത്തിന് വലിയ